ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇന്നലെ അർദ്ധരാത്രി ആദില, നൂറ, അനുമോള് ഇവര് 3 പേര് ലിവിംഗ് റൂമിലാണ് കിടക്കാനായിട്ട് പ്ലാൻ ഇട്ടത്. തറയിൽ ബ്ലാങ്കറ്റ് എല്ലാം വിരിച്ചത് കണ്ട അർദ്ധരാത്രി ഷാനവാസ് ആദിലയോട് ചോദിക്കും, നിങ്ങളൊക്കെ എന്തെന്ന് ഇവിടെ കിടക്കുന്നത്? എല്ലാവരും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാകും. അപ്പോൾ നൂറ പറയും, ഇക്ക എന്നാൽ അനീഷന്റെ കൂടെ പോയി കിടന്നോ പേടിയുണ്ടെങ്കിൽ. അത് കേട്ട് ഷാനവാസ് പറയും, ഏയ് ഞാൻ കിടക്കില്ല അവന്റെ കൂടെ. ഇന്ന് അനീഷ എങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങും? അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എന്ന് ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം അനീഷിന്റെ തൊട്ടപ്പുറത്തെ ബെഡിലാണ് അനുമോൾ കിടക്കുന്നുള്ളത്. അനുമോൾ ഇന്ന് ആദിലയുടെയും നൂറയുടെയും കൂടെ ആയതുകൊണ്ട് തന്നെ അനുവിന്റെ ബെഡ് അവിടെ കാലിയായിട്ട് കിടക്കുമല്ലോ. അനു അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അനീഷ് ഇന്ന് എങ്ങനെ കിടന്നുറങ്ങും എന്ന രീതിക്കാണ് ഷാനവാസ് ആദിലയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്. ആദിലയ്ക്ക് നൂറയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ചിരിയും വരും. സത്യം പറഞ്ഞാൽ മുമ്പൊരിക്കൽ അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ചല്ലോ. ആ ഒരു ദിവസം അനുമോൾ ഹാളിലുള്ള സോഫയുടെ ഇടയിലാണ് കിടന്നിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഒരു ദിവസം മനീഷ് അനുമോളുടെ അടുത്തായിട്ട് പറയുകയുണ്ടായി, ഇന്നലെ അനുമോളുടെ ബെഡ് കാലിയായി കിടക്കുന്നത് കണ്ട ഒരു വിഷമം തോന്നി. ഇത്ര ദിവസം നമ്മളെ സ്നേഹിക്കാനും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. തൊട്ടടുത്ത ബെഡിലുള്ള അനുമോളെ കാണുന്നില്ല. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ അനുമോളല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഓരോരുത്തർ പോകുമ്പോഴാണെങ്കിലും എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അത് തെറ്റായ രീതിക്കല്ലെന്ന് അനീഷ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അനീഷിന്റെ ഉള്ളിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നറിയില്ല. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അനുമോൾ കിടക്കാനായിട്ട് പുതപ്പും തലനെല്ലാം എടുത്ത് വരുന്നത് കണ്ട് ഷാനവാസ് ചോദിക്കും, ആരോടെങ്കിലും ഗുഡ് നൈറ്റ് പറയാൻ മറന്നിട്ടുണ്ടോ എന്നവിടെ ഷാനവാസ് ഒന്ന് ആക്കിയ പോലെ ചോദിക്കുന്നുണ്ട്. അത് അനീഷിനിട്ട് കൊള്ളിച്ച് അനുമോളുടെ അടുത്ത് ചോദിച്ചതാണ്. എന്തായാലും ഈ ഒരു പ്രണയം ലാലേട്ടൻ എന്ന് കൈയോടെ പൊക്കി ചോദിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ഞെട്ടി നിൽക്കുന്ന ഒരു പ്രൊമോ അല്പസമയം മുന്നേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.